नमस्ते। षष्ठः पाठः अञ्जनापुत्रः। अञ्जनापुत्र हे वीरकुमारक अञ्जया मानसं मातृकं मे विश्रुता ते कथा वीररसात्मिका श्रूयते सर्वत्र मे किशोर. ഹേ വീരകുമാരക അഞ്ജനാപുത്ര, അല്ലയോ വീരകുമാരനായിട്ടുള്ള വീരശൂര പരാക്രമിയായിട്ടുള്ള അഞ്ജനാപുത്ര, അഞ്ജനാദേവിയുടെ പുത്രനായിട്ടുള്ള ഹനുമാനെയാണ് ഈ ഒരു കവിതയിലൂടെ, ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഹേ വീരകുമാരക അഞ്ജനാപുത്ര, അല്ലയോ വീരകുമാരനായിട്ടുള്ള അഞ്ജനാപുത്ര, അഞ്ജയ മാനസം മാതൃകം മേ. അഞ്ജയ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കൂ എന്നാണ്. മാനസം മാതൃകം മേ, അമ്മ മനസ്സോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം തുളുമ്പുന്ന എൻ്റെ മനസ്സിനെ നീ അലങ്കരിക്കൂ, അതായത് എന്നെ സ്നേഹിക്കൂ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്രുത തേ കഥ വീരരസാത്മിക, നിൻ്റെ വീരരസത്തോടു കൂടിയിട്ടുള്ള കഥകൾ. വിശ്രുത ഫേമസ് ആണ്, ലോക പ്രസിദ്ധി ആർജിച്ചതാണ് നിൻ്റെ കഥകൾ. ശ്രൂയത്തെ സർവത്ര മേ കിശോര, മേ കിശോര അല്ലയോ കുട്ടി. ശ്രൂയത്തെ സർവത്ര, നിൻ്റെ വീരകഥകളൊക്കെ സർവത്ര ശ്രൂയത്തെ എല്ലായിടത്തും കേൾക്കാം. അത്രയും ഫേമസ് ആണ് നിൻ്റെ വീരകഥകൾ എന്നാണ് ഇവിടെ ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. നന്ദതു മാനസം തേ മുഖദർശനാത് നന്ദന ആയാതു ഉത്സംഗേ മേ നിദ്രാന്തി ബാലകാഹ തേ കഥാം ശ്രുത്വാ ഹി നിദ്രാർത്ഥം വക്ഷ്യാമി കാം കഥാം തേ. നന്ദതു മാനസം തേ മുഖദർശനാത്. നന്ദതു, നന്ദതു എന്ന് പറഞ്ഞാൽ ഇവിടെ എൻജോയ് ചെയ്യുക, മേ എൻജോയ്, ആനന്ദിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാനസം തേ മുഖദർശനം, നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. നന്ദന ആയാതു ഉത്സംഗമേ, ഹേ നന്ദന അല്ലയോ പുത്ര, എൻ്റെ മടിയിലേക്ക്, ഉത്സംഗം എന്ന് വെച്ചാൽ മടി, എൻ്റെ മടിയിലേക്ക് ആയാതു ആഗച്ഛതു വരൂ എന്നാണ് പറയുന്നത്. നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, അതുകൊണ്ട് അല്ലയോ പുത്ര എൻ്റെ മടിയിലേക്ക് വരൂ. നിദ്രാന്തി ബാലകാഹ തേ കഥാം ശ്രുത്വാ ഹി, ബാലകാഹ തേ കഥാം ശ്രുത്വാ നിദ്രാന്തി, മറ്റുള്ള കുട്ടികൾ നിൻ്റെ വീരകഥകൾ കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. എന്നാൽ നിദ്രാർത്ഥം വക്ഷ്യാമി കാം കഥാം തേ, നിന്നെ ഉറക്കുന്നതിന് വേണ്ടി ഞാൻ ആരുടെ കഥയാണ് പറയേണ്ടത് എന്നാണ് ഇവിടെ അഞ്ജനാദേവി, ഹനുമാൻ്റെ അമ്മയായിട്ടുള്ള അഞ്ജനാദേവി ചോദിക്കുന്നത്. മറ്റുള്ള കുട്ടികൾ നിൻ്റെ കഥകൾ കേട്ട് ഉറങ്ങുമ്പോൾ നിന്നെ ഉറക്കുന്നതിന് വേണ്ടി ഞാൻ ആരുടെ കഥയാണ് പറയേണ്ടത് എന്നാണ് അഞ്ജനാദേവി ചോദിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസ. മാനന്തു മാനവാഹ വീരതാം തേ ഭുവി ഗായന്തു തേ കഥാം ആനന്ദേന പശ്യതു ചന്ദ്രമാഹ ഭാതി നഭസ്ഥലെ ചന്ദതു തേ മുഖ ജ്യോതിരപി. മാനന്തു മാനവാഹ വീരതാം തേ ഭുവി, നിൻ്റെ വീരത്വത്തെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കി, നല്ല പോലെ അറിഞ്ഞ് ഭൂമിയിലെ മാനവർ, ഭൂമിയിലെ മനുഷ്യർ നിന്നെ വളരെയധികം മാനന്തു ബഹുമാനിക്കുന്നു. നിൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയ ശേഷം നിന്നെ നല്ല പോലെ സ്നേഹിക്കുകയും മാത്രമല്ല നിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു, റെസ്പെക്റ്റ് കൂടിയും ചെയ്യുന്നു. ഗായന്തു തേ കഥാം ആനന്ദേന, നിൻ്റെ വീരകഥകളൊക്കെ പാട്ടിൻ്റെ രൂപത്തിൽ പാടി നല്ല പോലെ അവർ ആനന്ദിക്കുന്നു. പശ്യതു ചന്ദ്രമാഹ ഭാതി നഭസ്ഥലെ, നോക്കൂ ആകാശത്ത് ചന്ദ്രമാഹ ഭാതി, ചന്ദ്രൻ തിളങ്ങുന്നത് നോക്കൂ എന്ന് പറയാണ്. ചന്ദതു തേ മുഖ ജ്യോതിരപി, അതേപോലെ തന്നെ നിൻ്റെ മുഖവും ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്നാണ് അമ്മ പറയുന്നത്, അഞ്ജനാദേവി മകനോട് പറയുന്നത്. അഞ്ജനാപുത്ര ഹേ വീരകുമാരക അഞ്ജയ മാനസം മാതൃകം മേ വിശ്രുതാ തേ കഥ വീരരസാത്മിക ശ്രൂയത്തെ സർവത്ര മേ കിശോര. നന്ദതു മാനസം തേ മുഖദർശനാത് നന്ദന ആയാതു ഉത്സംഗേ മേ നിദ്രാന്തി ബാലകാസ്തേ കഥാം ശ്രുത്വാ ഹി നിദ്രാർത്ഥം വക്ഷ്യാമി കാം കഥാം തേ. മാനന്തു മാനവാഹ വീരതാം തേ ഭുവി ഗായന്തു തേ കഥാം ആനന്ദേന പശ്യതു ചന്ദ്രമാഹ ഭാതി നഭസ്ഥലെ ചന്ദതു തേ മുഖ ജ്യോതിരപി.